ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെറൈറ്റി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കയ്യിൽ അളവ് കപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറവ് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വെള്ളം എടുത്ത അതേ അളവ് കപ്പിൽ തന്നെ 1.5 കപ്പ് അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ അരിപ്പൊടിയാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ എന്തെങ്കിലും ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാ അരിപ്പൊടിയിലും വെള്ളത്തിൻ്റെ അളവ് ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കുക. ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഈ എടുത്ത പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളം കറക്റ്റായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തീ കൂട്ടി കൊടുക്കരുത് കേട്ടോ. പിന്നെ ഒരു സവാള, ഒരു വലിയ സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചെടുത്തതും, പിന്നെ ഇത്രയും ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് മിക്സിയിലൊന്ന് ജസ്റ്റ് കറക്കിയെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ എല്ലൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് മസാല കൂട്ടി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത്. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം ഇതുപോലെ വെച്ചാൽ മതി. ഇനി ഇത് തുറന്നിട്ട് നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതാ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം കൂടരുത്, എന്നാൽ കുറച്ച് കയ്യിലാക്കിയിട്ട് ഒട്ടിപ്പിടിക്കാത്ത രൂപത്തിൽ കുഴച്ചെടുക്കാം. അഥവാ ഒട്ടിപ്പിടിക്കാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലാക്കിയിട്ട് കുഴച്ചെടുത്താലും മതി. അങ്ങനെ ഇപ്പോൾ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം നല്ലോണം ഫിനിഷായി കിട്ടാൻ വേണ്ടിയിട്ട് ചപ്പാത്തി കോയിൽ വെച്ചിട്ട് ഒന്നും കൂടെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ഇതൊരുപാട് തിന്നായിട്ട് പരത്തണ്ട, നമുക്ക് അത്യാവശ്യം കട്ടിയിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും വലിപ്പത്തിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതൊരു ഫോണ്ടൻറ്റ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും അതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വല്ല ബോട്ടിലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ 1 ഇഞ്ച് കനെങ്കിലും വേണം കേട്ടോ ഇതിന്. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഫ്രൈ ചെയ്തെടുത്താൽ ശരിക്കും ആ ഒരു ഷേപ്പും ഭംഗിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ മുഴുവനും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ ഏത് വെച്ചിട്ടാണോ കട്ട് ചെയ്യുന്നത് അതിന്മേൽ കുറച്ച് ഓയിലാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ശരിക്കും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായി വന്നതിന് ശേഷം വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എണ്ണയൊക്കെ ഇവിടെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. കയ്യിലേക്ക് പെട്ടെന്ന് തന്നെ എണ്ണ തെറിക്കും. അപ്പോൾ പതുക്കെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 7 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഇതിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ നല്ലോണം ചൂടായ എണ്ണയിലിട്ടിട്ട് കോരി മാറ്റിയാൽ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് സമയം ഞാനിതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് വന്നതിന് ശേഷം മാത്രമാണ് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ പറ്റുള്ളൂ.
ഇപ്പോൾ ഇത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേ സൈഡ് ഇതുപോലെ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഉൾഭാഗം വെന്തെന്ന് തോന്നുന്ന സമയത്ത് മാത്രം കോരി മാറ്റിയാൽ മതി. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ, മറന്നു പോകരുത്. അപ്പോൾ ഞാനിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ചിക്കനൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പൊരിച്ച പത്തിരി ഉണ്ടാക്കുമല്ലോ, ഏകദേശം അതുപോലെ തന്നെയാണ്. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചിക്കനും അതുപോലെ സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒരു സ്പൈസിയാക്കി മാറ്റി, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നല്ല ചൂട് കട്ടനൊപ്പം നല്ല പൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇനി ഇതിൽ മയോണൈസോ അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. അങ്ങനെ ആയാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.